പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കർത്താവിനോട് ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ കരുണ ലഭിക്കുവാൻ ഏറ്റവും നല്ലത് ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവത്തെ അറിയുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ഇതിനെല്ലാമായിട്ടാണ് ഈ സമയം, ഈ കരുണയുടെ മണിക്കൂറിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മെ മാത്രമല്ല, നമ്മുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാം കർത്താവിൻ്റെ കരുണയ്ക്കായി സമർപ്പിക്കാം. ലോകം മുഴുവനെയും സമർപ്പിക്കാം. ലോകം മുഴുവനും ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് ആത്മീയതയിൽ വളർന്ന വ്യക്തികളൊക്കെ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്. കർത്താവേ, ഈ സമയം ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ച് കൂട്ടിയതിന്, അവിടുത്തെ കരുണയിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നമുക്ക് സ്വതന്ത്രമായിട്ട് അല്പസമയം നമ്മുടെ ദൈവത്തെ, ദിവ്യകാരുടെ നാഥനെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്നങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് കരുണയുടെ നിറകുടമാണ്. അങ്ങാണ് ഞങ്ങളുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്നത്. ആ ബോധ്യത്തോടെ ഞങ്ങൾ അങ്ങയെ വിളിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ലോകം മുഴുവന്റെ മേലും കരുണ വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ ദൈവാനുഗ്രഹത്തിൻ്റെ മണിക്കൂറാണ്. നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. യേശു പിതാവിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി പ്രത്യേകം മാധ്യസ്ഥം വഹിച്ച് കരുണയുടെ നിറവ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യും. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ദൈവത്തിൻ്റെ കരുണയെ അല്പസമയം നമുക്ക് വചന വെളിച്ചത്തിൽ ധ്യാനിക്കാം. ദൈവം കാരുണ്യവാനാണെന്നും ദൈവത്തിൻ്റെ കരുണ നമുക്കുള്ളതാണെന്നും എല്ലാം വളരെ പകൽ പോലെ വചനം വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ കരുണ നമ്മൾ പ്രാപിക്കേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം, നമുക്ക് വേണമെങ്കിൽ പാപമോചനം പ്രാപിക്കാൻ കുമ്പസാരം എന്ന കൂദാശ ദൈവം ഒരുക്കിയിട്ടുണ്ട്. വേണ്ടവർക്ക് അതിലേക്ക് പോകാം, പാപമോചനം പ്രാപിക്കാം. എവിടെയെങ്കിലും വെള്ളം കുടിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം അവയുടെ അവൈലബിളാണ്, ലഭ്യമാണ്. പക്ഷേ വേണ്ടവർക്ക് പോയി അത് എടുത്തു കുടിക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ദൈവകരുണ അത് സുനിശ്ചിതമാണ്. നമുക്ക് ആർക്ക് വേണേലും സ്വീകരിക്കാൻ പറ്റും. പക്ഷേ അത് സ്വീകരിക്കാൻ ചില വഴികൾ, അത് കിട്ടാനുള്ള ചില മാർഗങ്ങൾ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. രണ്ട് വചനഭാഗം എടുക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. സങ്കീർത്തനം 37 3 മുതൽ 5 വരെയുള്ള വചനഭാഗം. മിക്കായുടെ പുസ്തകം, പഴയ നിയമത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. മിക്ക 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. 2 വചനങ്ങളൊന്ന് വായിച്ച് ധ്യാനിച്ചാൽ തന്നെ ദൈവകരുണ പ്രാപിക്കാനുള്ള പല വഴികൾ നമ്മുടെ മുമ്പിൽ ദൈവം വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. സങ്കീർത്തനം 37 അതിൻ്റെ 3 മുതൽ 5 വരെ വായിക്കുമ്പോൾ പല കാര്യങ്ങൾ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് സുരക്ഷിതത്വം, അതില്ലാത്ത പല കാര്യങ്ങളിലേക്ക്, കെട്ടിടം പണിയുമ്പോഴാണേലും വാഹനം വാങ്ങിക്കുമ്പോഴാണേലും സുരക്ഷിതത്വം നമ്മൾ നോക്കാറുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ട് ഒരു കാര്യം വചനം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുകയാണ്. ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക. എത്ര നല്ല വാഹനം വാങ്ങിച്ചാലും, എത്ര ശ്രദ്ധാപൂർവ്വം നമ്മൾ വാഹനം ഓടിച്ചാലും
ഓപ്പോസിറ്റ് വരുന്ന ഒരാൾ അശ്രദ്ധ കാണിച്ചാൽ മതി ഒരു അപകടം ഉണ്ടാകാൻ. ഇതിനകത്തെല്ലാം ഒരു ലിമിറ്റുണ്ട്, പരിമിതിയുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ദൈവം നമുക്ക് നൽകുന്ന നിർദ്ദേശം അത് പാലിക്കുന്നവരെ ഏതെങ്കിലും വിധത്തിൽ കർത്താവ് തൻ്റെ വാഗ്ദാനം നിറവേറാനായിട്ട് അവരെ അനുവദിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാവുന്നൊരു കാര്യമാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ വചനം നമ്മൾ ധ്യാനിക്കാൻ. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുക, അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം. 4-ാമത്തെ വചനം പറയാണ്, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ചിലപ്പോൾ നമ്മൾ കാണിക്കുന്ന ഒരു ശുദ്ധ മണ്ഡലത്തിലാണ്. തൊട്ടുമ്പുറത്തോട്ടൊക്കെ കയറാൻ ഗോവണിയുണ്ട്. ഗോവണി ഒരു പ്രത്യേക രീതിയിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. ഒരാളത് തലയും കുത്തി വെച്ചിട്ട് കയറാൻ നോക്കിയാൽ എങ്ങനെ ഇരിക്കും? ഏതാണ്ട് അതുപോലെ ദൈവത്തിൻ്റെ ഓർഡർ മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ ഒരു ഓർഡർ അങ്ങ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ദൈവം ഇടപെടുന്നത് നമുക്ക് കാണാൻ പറ്റാതെ പോകുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓർഡർ എന്താ? കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഒരുപാട് പേരുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അവർ മനസ്സിൽ കണ്ടിരിക്കുന്നത് ആദ്യം എൻ്റെ ആഗ്രഹം അങ്ങ് നടക്കട്ടെ, എൻ്റെ ആഗ്രഹം കർത്താവ് നിറവേറ്റട്ടെ, അത് കഴിഞ്ഞ് ഞാൻ ആനന്ദിക്കാം. അത് നടക്കാത്തിടത്തോളം കാലം എനിക്ക് അങ്ങനെ ആനന്ദിക്കാൻ പറ്റും? അതാണ് മാനുഷികമായ ചിന്ത. ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഓർഡറാണ്. നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും നീ ആനന്ദിക്കാൻ പഠിക്കേ. അപ്പോൾ നിനക്ക് നന്മ വരും, നിൻ്റെ ആഗ്രഹങ്ങൾ കർത്താവ് സാധിച്ചു തരും. നമുക്കറിയാം, ക്രിസ്മസും കഴിഞ്ഞേ ഉള്ളൂ. നമ്മൾ ക്രിസ്മസിൽ കേട്ട ഒരു വലിയ സന്ദേശമാണ് സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ധ്യാനിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ വലിയ സന്തോഷം എന്താ? ആനന്ദം. ആനന്ദം, സന്തോഷം ലോകത്തിന് തരാൻ പറ്റും. അത് പെട്ടെന്ന് വേണേൽ നഷ്ടപ്പെട്ടെന്നും വരും. പക്ഷേ ദൈവം തരുന്ന ഈ ആനന്ദം, അത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയ സഹനം നമുക്ക് വന്നാലും മറ്റുള്ളവർ നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ ദ്രോഹിച്ചുകൊണ്ടിരുന്നാലും അവിടെയെല്ലാം ആനന്ദം നമ്മുടെ കൂടപ്പുറപ്പായിട്ട് നിൽക്കും. വലിയ ആനന്ദം അനുഭവിച്ച് രക്തസാക്ഷിത്വത്തിലേക്ക് നടന്ന് അടുത്ത വ്യക്തികളെ കാണാൻ പറ്റും. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് സന്തോഷത്തോടെ ആനന്ദത്തോടെ സിംഹങ്ങൾ കിടക്കുന്ന ആ മടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് കാണാൻ പറ്റും. കാരണം അവിടെ എറിഞ്ഞ് അതൊരു വിനോദമാക്കാൻ പരിശ്രമിച്ചപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ വിശ്വാസത്തെ പ്രതി ഇങ്ങനെ ഒരു കാര്യത്തിന് ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ എനിക്ക് ആനന്ദം. നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധ ലോറൻസ് കൈകാല് കൂച്ചിക്കെട്ടി ഇരുമ്പ് പലകയിലിട്ടിട്ട് അടിയിൽ തീയിട്ടു. എങ്ങനെയിരിക്കുമെന്ന് നമുക്കറിയാം. ഈ മനുഷ്യൻ ഒരു പുഞ്ചിരിയോടെയാണ് പറഞ്ഞത്, ഒരു വശം വെന്തെന്നാണ് തോന്നുന്നത്, ഇനി വേണമെങ്കിൽ മറിച്ചിടാമെന്ന്. ഇവർക്ക് ഈ വലിയ സന്തോഷം അത് കണ്ടെത്താതെ പോയവരാണെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. അവിടെ കിടന്ന് കാറുകയും കൂവുകയും എന്തെല്ലാം ബഹളം ഉണ്ടാക്കേണ്ടതാണ്. വലിയ സന്തോഷം അത് കണ്ടെത്തിയവരെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ആനന്ദം അവരെ വിട്ടുപിരിയത്തില്ല. അതാണ് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. 5-ാമത്തെ വചനം കൂടി എടുത്താൽ സങ്കീർത്തനം 37-ന്റെ 5-ാമത്തെ വചനം, നിന്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസമർപ്പിക്കുക, അവിടുന്ന് നിന്നെ നോക്കിക്കൊള്ളും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുകയും ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയുള്ളവരെ കർത്താവ് നോക്കിക്കൊള്ളും എന്ന് കൃത്യമായിട്ട് വചനം നമ്മെ പഠിപ്പിക്കുക. ഈ ഒരു അവസ്ഥയിൽ എത്തുന്നതാണ് ദൈവം നമ്മോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം. അതിനാവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതം ക്രമീകരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ ആ ഒരു കരുണയ്ക്ക് അർഹത നേടാൻ നമുക്ക് പറ്റും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. മറ്റൊരു വചനഭാഗം ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. മിക്ക 6-ാം അധ്യായം 8-ാമത്തെ വചനം. അവിടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നല്ലതെന്താണ് ഞാൻ ചൂണ്ടിക്കാണിച്ചു തരാം. ഇതാണ് നല്ലത്, ഇത് ചെയ്താൽ നിനക്ക് നന്മ വരും. നീ
കരുണയ്ക്ക് ഒരിക്കലും ഒരു കുറവും നിൻ്റെ ജീവിതത്തിൽ വരത്തില്ല. അതിനാവശ്യമായിട്ടുള്ള 3 കാര്യങ്ങളാണ് ഈ ഒറ്റ വചനത്തിൽ നമ്മൾ കാണുക. മിക്കായുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം. 1-ാമത്തെ കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്, നല്ലതെന്തെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് 1-ാമത്തെ നല്ല കാര്യം നീതി പ്രവർത്തിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വില കൽപ്പിക്കേണ്ട ഒന്നാണ് നീതി. നീതിപൂർവ്വം ജീവിക്കണം. ദൈവത്തിലൂടെ നമുക്ക് നീതി കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ധ്യാനിച്ച് മുമ്പോട്ട് പോകുന്നത് നല്ലൊരു കാര്യമാണ്. നീതി, കർത്താവ് തന്നെ വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, നീതിമാൻ്റെ ആത്മാവ് ദൈവകരങ്ങളിൽ സുരക്ഷിതമായിരിക്കും. അനീതി പ്രവർത്തിക്കുന്നവൻ ഒട്ടും സുരക്ഷിതത്വം അനുഭവിക്കാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അവന് ദൈവവുമായിട്ട് ഒരു അസോസിയേഷൻ, ഒരു ബന്ധം, അങ്ങനെ ഒരു സഹകരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്ന് മത്തായിയുടെ സുവിശേഷം 7:23 വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുക. 2-ാമതൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, കരുണ കാണിക്കുക. നീതി പ്രവർത്തിക്കണം, കരുണ കാണിക്കണം. അത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മളെ യോഗ്യരാക്കുന്ന, നമുക്ക് അർഹത നേടിത്തരുന്ന വലിയൊരു കാര്യമാണ്. നമുക്കറിയാം, യാക്കോബ് 2:13 മുതൽ മുമ്പോട്ട് വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, കാരുണ്യരഹിത ജീവിതമാണോ നീ ജീവിക്കുന്നത്? കാരുണ്യരഹിതമായ വിധി നിനക്ക് നേരിടേണ്ടി വരും. നീ കരുണ കാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നോട് കരുണ കാണിക്കും. കാരുണ്യപൂർവ്വം ദൈവം നിന്നെ വിധിക്കുന്നത് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു നല്ല കാര്യം എന്ന് വചനം എടുത്തു പറയുക. വളരെ നല്ല ഒരു കാര്യമാണ് നമ്മൾ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് കാരുണ്യപൂർവ്വം സംസാരിച്ച് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. 3-ാമത്തെ കാര്യം, ഈ 2 കാര്യങ്ങളുള്ളവരിൽ ഉറപ്പായിട്ടും ഉണ്ടാകുന്നൊരു കാര്യമാണ് ദൈവസന്നിധിയിൽ വിനീതരാവുക. അഹങ്കാരികളെ അല്ല ദൈവം പ്രശംസിക്കുന്നത്, വിനയമുള്ളവരെ. അഹങ്കാരികളുടെ പ്രാർത്ഥനയല്ല സ്വർഗത്തിലെത്തുക, വിനയമുള്ളവരുടെ പ്രാർത്ഥന. വിനീതനാവുക, വിനീതയാവുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് പോലും അടിസ്ഥാനം എന്ന് പറയുന്നത് വിനയമാണ്. ദൈവത്തെ നമ്മൾ സമീപിക്കുമ്പോൾ വിനയമുള്ളവരായി ദൈവത്തെ സമീപിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിതം ക്രമീകരിച്ചാൽ നിശ്ചയമായിട്ട് നമുക്ക് ദൈവകരുണയുടെ നിറവ് ഏറ്റെടുക്കാൻ പറ്റും. അവരാഗ്രഹത്തോടെ, അബോധ്യത്തോടെ, പ്രത്യാശയോടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും മേൽത്താരയിൽ സമർപ്പിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെ പ്രത്യേകം സമർപ്പിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെയും ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ ആവശ്യങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.